ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികളാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ എലിസബത്തും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും എലിസബത്തിന്റെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു അനുഭവം മാത്രമായിരുന്നില്ല. അത് അവരുടെ ഉള്ളത്തെ മുഴുവൻ മാറ്റിയ ഒരു ദൈവീക നിവാസമായിരുന്നു. ഒരു യുവതിയുടെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കടന്നു വന്നപ്പോൾ അവൾ ദൈവമാതാവായി മാറി. ഒരു വയോധികയുടെ ഉദരത്തിലേക്ക് അഭിവാദന ശബ്ദം എത്തിയപ്പോൾ ജനിക്കാത്ത ശിശു പോലും ആനന്ദത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവ് വന്നിടത്ത് ജീവൻ ഉണരുന്നു, സന്തോഷം പിറക്കുന്നു, ദൈവ സാന്നിധ്യം നിറയുന്നു. പരിശുദ്ധ അമ്മയോട് ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇവിടെ ആവസിക്കും എന്ന വാക്ക് അതീവ ഗൗരവമുള്ളതാണ്. അതൊരു നിമിഷ സ്പർശനമല്ല, ഒരു സ്ഥിര നിവാസമാണ്. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന അത്ഭുത സത്യം. മറിയം തന്റെ ഹൃദയം തുറന്നു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് അവളിൽ വസിച്ചു. അതിന്റെ ഫലം ഈശോ അമ്മയുടെ ഉള്ളിൽ രൂപം കൊണ്ടു. അതുപോലെ നമ്മളും ഹൃദയം തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കും. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ ഈശോ പ്രതിഫലിക്കും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശയാകും. വിശുദ്ധ എലിസബത്തിന്റെ സംഭവവും അത്ഭുതകരമാണ്. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ ശിശു ഉദരത്തിൽ കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാളുടെ സാന്നിധ്യം മറ്റൊരാളെയും നിറയ്ക്കും. മറിയം സംസാരിച്ചത് സാധാരണ വാക്കുകളായിരുന്നില്ല. അവളുടെ ഉള്ളിൽ വസിച്ചിരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ സ്പർശനമായിരുന്നു. അതുകൊണ്ടാണ് എലിസബത്തിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതും ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടിയതും. ഇന്നും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരമ്മയുടെ പ്രാർത്ഥന ഒരു കുടുംബത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു സുഹൃത്തിന്റെ വാക്കുകൾ തകർന്ന ഹൃദയത്തെ ഉയർത്തുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാളുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് സമാധാനം പകരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഭയമുള്ള ഹൃദയത്തിന് ധൈര്യം ലഭിക്കും. തകർന്ന ആത്മാവിന് ആശ്വാസം ലഭിക്കും. ശൂന്യമായ ജീവിതത്തിന് അർത്ഥം ലഭിക്കും. മറിയത്തെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്ന ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്നും വസിക്കുന്നു. എലിസബത്തിനെ പോലെ ദൈവ സാന്നിധ്യം സ്വീകരിക്കുന്നവരിൽ ഇന്നും ആത്മാവ് ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സന്ദർശിക്കാനല്ല വരുന്നത്, നമ്മളിൽ വസിക്കാനാണ്. നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ആലയമാക്കി മാറ്റാൻ, നമ്മുടെ ജീവിതം ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറയാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങന്റെ ജീവിതത്തിൽ വന്ന് ആവസിക്കണമേ. ആത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ ഫലങ്ങളും പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയിൽ ഈശോ രൂപപ്പെട്ടതുപോലെയും എലിസബത്തിൽ ആനന്ദം നിറഞ്ഞതുപോലെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ നിറയുവാനും ആത്മാവിൻ്റെ ആനന്ദത്താൽ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. അഭിഷേകക്കാറ്റായി പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണം.